Ah
ആദ്യന്തം തുണ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുനാഥ
ഗുരുനാഥന്മാരാണ്. ഗുരുകൃപയില്ലാതെ ഒരാൾക്കും എവിടെയും എത്താനാവില്ല. ഗുരോഹോ അനുഗ്രഹേണൈവ പുമാൻ എന്നിങ്ങനെ ഭാഗവതത്തിൽ സുദാമാവിനോട് ഭഗവാൻ തന്നെ പറയുന്നു. അന്യം ഗുരു കടാക്ഷാൽ ഒന്നു വേണമെന്നുണ്ടോ എന്ന സുപ്രസിദ്ധമായ വരികൾ വെള്ളിനേഴിക്കാർക്ക് അപരിചിതമല്ല. ആ ഗുരു കടാക്ഷം ഏതൊക്കെ വിധത്തിലാണ് നമ്മളിൽ പ്രകാശിക്കുക എന്നതിന് ഒരു കൃത്യതയൊന്നുമില്ല. ഗുരു എപ്പോഴും അനുഗ്രഹിക്കുന്നത് ശിഷ്യനിൽ അങ്കുരിച്ചിരിക്കുന്ന വളർന്നു വരുന്നതായ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ്. അവനിൽ അജ്ഞാനം മൂലം വന്നുകൂടിയതായ ഇരുട്ട് നീങ്ങണം. ഗുരുവിന് മറ്റൊരു ലക്ഷ്യങ്ങളുമില്ല. ഗുരുവിന് ധനം വേണമെന്നില്ല, ഗുരുവിന് പദവികൾ വേണമെന്നില്ല, പ്രശസ്തി വേണമെന്നില്ല. ഗുരുവിനാകെ ഒറ്റ ഇംഗിതമേ ഉള്ളൂ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വലിയൊരു പാത്രത്തിൽ നിറയെ തൻ്റെ കഴിവുകൊണ്ടുണ്ടായതായ മേന്മയിൽ ജനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമല്ലോ, അതിനാള് കൊള്ളാട്ടോ, തരക്കടില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ശിഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതായ അഹങ്കാരം അതിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഗുരുനാഥൻ അടുത്ത് വിളിച്ച് അയാളുടെ ഈ കേമത്വങ്ങളൊക്കെ എടുത്തു വെച്ച ആ പാത്രത്തിൻ്റെ അടിയിൽ ചെറിയൊരു ഓട്ട, അതോടുകൂടിയിട്ട് ആ അഹങ്കാര ഹേതുവായിരിക്കുന്ന മേന്മ നഷ്ടമാവാൻ തുടങ്ങും. അപ്പോഴാണ് എനിക്ക് എവിടുന്നാണ് അതൊക്കെ കിട്ടിയത്, ഞാനിതിൽ അഹങ്കരിച്ച് നടന്നത് വെറുതെ ആയില്ലേ എന്നുള്ളതായ തിരിച്ചറിവ് ആ ശിഷ്യനുണ്ടാവുന്നത്. ചിലപ്പോൾ ഭഗവാൻ ആ ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മെ അനുഗ്രഹിക്കാനായിട്ട് വരാറുണ്ട്. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണ എന്ന ബോധത്തിന് വിഘാതമായി നിൽക്കുന്ന അഹങ്കാരം ഇല്ലാതെയാക്കി തീർക്കുന്നത്. ഒരിക്കൽ നമ്മുടെ ഭീമസേനന് ചെറുതായി അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടായിത്തീർന്നു. ലോകത്തിൽ എൻ്റെ അത്ര കേമനായിട്ടുള്ള ഒരു അടിക്കാരൻ, ഗദായുദ്ധക്കാരൻ വേറെ ഇല്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ നല്ലൊരവസരം ആ അജ്ഞാന ഹേതുവായിരിക്കുന്ന എന്തൊന്നിൽ അഹങ്കാരം വച്ചിരിക്കുന്നു അതിനെ ഇല്ലാണ്ടാക്കി തീർക്കാനായി ഭഗവാൻ നിശ്ചയിച്ചു. ഗുരുവിൻ്റെ കൃപയില്ലെങ്കിൽ എത്ര കഴിവുള്ള ആളുകളായാലും അവർക്ക് അവരുടെ കഴിവ് പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഗുരുവരന്മാരുടെ കൃപയ്ക്ക് മുമ്പിൽ എപ്പോഴും സാദരം വിനമ്ര ശിരസ്കരായി നമ്മൾ നിൽക്കേണ്ടതുണ്ട്. പന്നരുൾ വേദങ്ങൾ പഠിത്ത്
ഒരിക്കൽ ദ്വാരകയിൽ ഭഗവാനെ കാണാനായിട്ട് ഒരു ദൂതൻ വന്നു ചേർന്നു. കാലത്ത് നേരത്തെ കോഴി കൂവുന്ന ശബ്ദം കേട്ടാലാണ് ഭഗവാൻ എഴുന്നേൽക്കുക. ഈ കോഴി കൂവുന്ന ശബ്ദം കേട്ടാൽ അപ്പം ഭഗവാൻ എഴുന്നേൽക്കും, കിടക്കണോർത്ത് എഴുന്നേറ്റ് അവിടെ പോവും. അപ്പം ഭഗവാന്റെ പത്നിമാരൊക്കെ ഇത് വലിയ സങ്കടമാണ്. രാവിലെ ഈ കോഴി കൂവുന്നതാണ് വെളിച്ചാവാനും ഭഗവാൻ എണീറ്റ് പോകാനും കാരണം. അതുകൊണ്ട് വെളിച്ചായി എണീറ്റാൽ ആദ്യം തന്നെ ഈ കോഴികളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭഗവാന്റെ ആലിംഗനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിച്ചിട്ട് ഭഗവാന്റെ പത്നിമാരൊക്കെ എഴുന്നേൽക്കാറുള്ളത്. അങ്ങനെ എഴുന്നേറ്റാൽ കുറച്ചു നേരം തന്നെ ധ്യാനിച്ചിരിക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ അവനവൻ്റെ കുളി ദൈവാരം ഇതൊക്കെ കഴിഞ്ഞ് പ്രാതഃകാലത്ത് ധാരാളം സജ്ജനങ്ങളെയൊക്കെ കണ്ട് അവരുടെ മുഖത്ത് നിന്നുള്ള കഥകളൊക്കെ കേട്ട് ഭഗവാന്റെ പൂജ ഭഗവാൻ തന്നെ ചെയ്ത് അവർക്കൊക്കെ ഭക്ഷണ ദക്ഷിണയൊക്കെ കൊടുത്ത് പ്രിയപ്പെട്ട തൻ്റെ രണ്ട് സജീവന്മാരായിട്ടുള്ള ഉദ്ധവനോടും സാത്വികയോടും കൂടിയിട്ട് രഥത്തിൽ കയറി സുധർമ്മ എന്നുള്ള ദ്വാരകയിലെ സഭയിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ദ്വാരകാവാസികളൊക്കെ എന്നും രണ്ടു വരിയായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും. അവരിത് ആദ്യമായിട്ട് കാണുന്നല്ല, കുറെ കാലമായിട്ട് കാണുന്നത് തന്നെയാണ്. എന്നാലും സന്ധ്യയ്ക്ക് ദീപാരാധനയും ഒക്കെ കഴിഞ്ഞ് അത്താഴ പൂജയൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ ഇങ്ങനെ പുറത്തേക്ക് വിളക്കിന് എഴുന്നള്ളിക്കുന്ന സമയത്ത് ആ രണ്ട് അപ്പുറത്തുപ്പുറം നിൽക്കുന്ന കൂട്ടാനകളുടെ നടുക്ക കൊമ്പനാനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് അതിൻ്റെ മീതെ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് കാണുമ്പോൾ ആരക്കായാലും ഒന്ന് നോക്കണ്ട, ഇവിടെ നോക്കുന്ന വേണ്ട എന്ന് തോന്നില്ലല്ലോ. അങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യമുള്ള ആ ഭഗവാന്റെ എഴുന്നള്ളത്ത് അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കും.
തൻ്റെ സാരഥിയായിട്ടുള്ള ദാരുകൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഭഗവാൻ രഥത്തിലേക്ക് കയറുക. അദ്ദേഹത്തെ ഒന്ന് മാനിച്ചു എന്ന് വരുത്താനാണ്. അവിടെ ആരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും ബഹുമാന്യരാണ്. അങ്ങനെ സഭയിലെത്തിയാൽ എല്ലാവരെയും വന്ദിക്കും. അത് കഴിഞ്ഞാൽ തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ കുറച്ചു നേരം പിന്നെ പാട്ടുമാട്ടവും കൂത്തും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ നർമ്മ സജീവന്മാർ ചില തമാശകളൊക്കെ പറയും. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുകയായി ആരൊക്കെയെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ. അപ്പോൾ പലരും എന്തെങ്കിലും വിഷമമൊക്കെ ഉള്ള ആളുകൾ ഓരോന്നൊക്കെ പറയും. ആറ്റില്ല അങ്ങനെ ഒരു വിഷമം, കാറ്റ് കൊള്ളാനുള്ള ഏർപ്പാടുണ്ട്. അപ്പം അത് തീർത്തു കൊടുക്കും. പിന്നെ വേറൊരാള് വന്ന് വേറെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഭഗവാൻ തൻ്റെ സഭയിൽ വരുന്നതായിട്ടുള്ള ജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും തീർത്തു കൊടുക്കുക പതിവുണ്ട്. അതുകൊണ്ട് ആ സഭയിലേക്ക് ആരും വരണ്ടെന്ന് വെക്കാറില്ല. എത്ര തവണ വന്നിരിക്കുന്നു ആ ബ്രാഹ്മണനൊക്കെ. തൻ്റെ എത്രയോ ശിശുക്കൾ മരിച്ചു പോയിട്ടും അവിടെ ആരും തിരിഞ്ഞു നോക്കണില്ല എന്ന് കണ്ടിട്ടും പലവരും അതേ സഭയിൽ വന്ന് ശിശുക്കളുടെ ശവശരീരവും കൊണ്ട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് തോന്നിയത് എന്തുകൊണ്ടാണ്? അവിടെ വന്നാൽ വെറുതെ ആവില്ല, ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കാര്യം സാധിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ ദ്വാരകയിൽ സഭയിൽ എത്തിച്ചേർന്ന ഒരു ദൂതൻ, അദ്ദേഹം തത്തോ മഗധഭൂഭൃത ചിരനിരോധ സംക്ലേശിതം ശതാഷ്ടകയുതായുതദ്വിതയമീശ ചിരനിരോധ സംക്ലേശി സംശതാഷ്ടകയുതയുതദ്വിതയമീശ ഭൂമി ഭൃത അനാഥ ശരണായത്തെ കമപി പൂരുഷം പ്രാഹിണോ അയാചത സമാഗതക്ഷപണകേ മാഗതക്ഷപണമേവ കിം ഭൂയസാ. മഗധയിലെ രാജാവായ ജരാസന്ധന്റെ കഥ കഴിച്ച് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കാനാണ് ആ ദൂതൻ വന്നിട്ടുള്ളത്. ആ ദൂതൻ എന്തുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ വന്നു? അനവധി തവണ 10-17 തവണ മഗധയിലെ രാജാവ് ജരാസന്ധൻ ഈ കൃഷ്ണനായിട്ട് തല്ലുണ്ടാക്കാൻ വന്നതാണ്. കാരണം ജരാസന്ധന്റെ 2 പെൺമക്കൾ അസ്ഥിയും പ്രാപ്തിയും, ഇവർ കംസന്റെ ഭാര്യമാരായിരുന്നു. കൃഷ്ണൻ കംസനെ തല്ലി കൊന്നതോട് കൂടിയിട്ട് ഇവർ വിധവകളായി.
എൻ്റെ മക്കളെ വിധവകളാക്കിയ കൃഷ്ണനെ ഞാൻ വെച്ചേക്കില്ല എന്ന് തീർച്ചയാക്കിയിട്ട് ഈ മഗധയിലെ രാജാവ് 17 വട്ടം യുദ്ധത്തിന് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? അത്ര തവണ അയാൾ തോറ്റിട്ടുണ്ട്. എല്ലാ തവണയും പൂവാറായാൽ ആ ബലരാമൻ ആ കലപ്പോണ്ട് അയാളെ ഇങ്ങോട്ട് പിടിച്ച് ആ ഒലക്ക കൊണ്ട് ആ ജരാസന്ധന്റെ നടുമുതത്തൊക്കെ ഒന്നായിട്ട് അത് കിട്ടിയാൽ ജരാസന്ധന് തീർച്ചയായും പൂവാറായി, ഈ കൊല്ലത്തെ കഴിഞ്ഞു, ഇനി അടുത്ത വരവിന് മേടിക്കാം എന്ന് തീർച്ചയായും അയാൾ പിന്നെയും പോവും, പിന്നെയും വരും, പിന്നെയും തല്ലുകൊള്ളും. അങ്ങനെ 1, 2, 3, 4, 17 തവണ കഴിഞ്ഞു. അപ്പൊ അത്രയും തവണ ജരാസന്ധനോട് ഏറ്റുമുട്ടാൻ ശക്തനായിട്ട് വേറെ ഒരാളും ഈ വിശ്വത്തിലില്ല എന്നതുകൊണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം എന്നിങ്ങനെ പറയാനായിട്ടാണ് ആ ദൂതൻ വന്നിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ യയാസുരഭിമാഗധം തദനു നാരദോദീരിത യുധിഷ്ഠിരമഘോദ്യമാത് ഉഭയകാര്യ പര്യാകുലഃ വിരുദ്ധജൈനോധ്വരാദുഭയസിദ്ധി ഇത്യുദ്ധവേ സംസുഷി നിജൈ സമം പുരമിയേ യൗധിഷ്ഠിരീ ജരാസന്ധന്റെ കഥ കഴിക്കണം, രാജാക്കന്മാരെ രക്ഷിക്കണം. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ദൂതൻ വന്ന അതേ സമയത്ത് നാരദ മഹർഷിയും വന്നു. അവിടേക്ക് നാരദ മഹർഷിയും ഒരു അഭ്യർത്ഥനയായിട്ട് വന്നതാണ്. മഹാനായ നാരദ മഹർഷിയെ കണ്ടതും ഭഗവാൻ ചെന്ന് പൂജിച്ച് വേണ്ടതുപോലെ സഭയ്ക്ക് യോജിച്ച വിധത്തിൽ മാനിച്ച് നമസ്കരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു എന്താ വേണ്ടത്. അപ്പോ അവിടെ വച്ച് യുധിഷ്ഠിര മഹാരാജാവ് ഒരു പ്രാർത്ഥന ഭഗവാനോട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശ്രീനാരദ മഹർഷി അറിയിക്കുകയാണ്. അതെന്താ? ഞങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സകല മേന്മകൾക്കും കാരണം ശ്രീകൃഷ്ണനാണ്. ഓരോ സമയത്തും ദുര്യോധനാദികൾ അപകടം വരുത്തിയപ്പോഴൊക്കെയും ഭഗവാനാണ് കൂടെ നിന്ന് തുണച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾക്കൊന്ന് പൂജിക്കണം എന്ന ആഗ്രഹമുണ്ട്. ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യാഗം രാജസൂയം അത് നടത്തി അതിൽ അഗ്രാസന പൂജ ചെയ്യാനായിട്ട് ഭഗവാനെ തന്നെ ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. ആ രാജസൂയം മുഴുവനും ഭംഗിയാക്കി അത് വേണ്ടതുപോലെ നടത്തി തരാനായിട്ട് കഴിവുണ്ടാവണേ എന്ന് ക്ഷേമം ഗുരു ഗോപാല സന്തതം മമ ക്ഷേമം ഗുരു ഗോപാല സന്തതം മമ ക്ഷേമം ഗുരു ഗോപാല സന്തതം
കമലങ്ങളിലൊരു ഭ്രമരത്തെ പോലെ തവ പാദ കമല ഭ്രമരീ അങ്ങയുടെ പാദകമലങ്ങളിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായാലും എനിക്ക് വിരോധമില്ല. ആ ആഗ്രഹങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ഭ്രമരത്തെ പോലെ അങ്ങയുടെ പാദകമലങ്ങൾക്ക് ചുറ്റും അങ്ങനെ ഓംകാരധ്വനിയും മുഴക്കിക്കൊണ്ട് പറന്നു നടന്നാൽ മാത്രം മതി എനിക്ക്.
അതിനുള്ള ഒരു അവസരം പല കാലങ്ങളിലായില്ലേ. കൃഷ്ണൻ ഒന്ന് പൂജിക്കണം പൂജിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്ര തവണ പൂജിക്കാൻ പുറപ്പെട്ടാലും നമ്മളെ മാമൻ്റെ മകനാണ് എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാക്കിച്ചിട്ട് പൂജിക്കാൻ അനുവദിക്കാതെ തോൽപ്പിക്കും. ഇത്തവണ അത് പറ്റില്ല, ഇപ്പം തന്നെ അങ്ങ് പുറപ്പെടണം എന്ന് ഭഗവാനോട് അർത്ഥിക്കാൻ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ആര് പറഞ്ഞാൽ ഭഗവാൻ അപ്പം തന്നെ പുറപ്പെടുവോ അതിന് പാകത്തിലുള്ള നാരദ മഹർഷിയെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ എല്ലാ ബന്ധുക്കളോടും കൂടിയിട്ട് ഭഗവാൻ യുധിഷ്ഠിര രാജാവിൻ്റെതായ ആ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീ ഭവദപാംഗ സംവർദ്ധിതൈ ശ്രിയം ഭക്രദാസായിതം ഭവന്തമയിമാഗധേ പ്രഹിതവാൻ മാഗധേ പ്രഹിതവാൻ സഭീമാ അടുത്തേക്ക് പോയാൽ അവിടെ നിന്ന് ആരും ഈ രാജസൂയം നടത്താൻ ഞങ്ങൾക്ക് അനുവാദം, ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് സമ്മതിക്കില്ല. ബാക്കിയുള്ള ദിക്കിലുള്ളവർ സമ്മതിച്ചു എന്ന് വരും. അവരൊക്കെ കപ്പം തന്ന ഇത് ഭംഗിയായി നടക്കട്ടെ എന്ന് സമ്മതിക്കും. പക്ഷേ ജരാസന്ധൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. അവിടെ ബ്രാഹ്മണ വേഷം കെട്ടിച്ചെന്ന് യുദ്ധം യാചിച്ചു വാങ്ങി ഭീമസേനനെ കൊണ്ട് അയാളെ തല്ലിക്കൊല്ലിച്ച് രാജസൂയം ഭംഗിയാക്കണം എന്ന് ഭഗവാനോട് ഉദ്ധവര് അറിയിച്ചത് പ്രകാരം ആ രാജസൂയത്തിനായിട്ട് പുറപ്പെട്ട് യുധിഷ്ഠിരൻ്റെ രാജധാനിയിൽ നിന്ന് ഓരോരോ ആൾക്കാർ ഓരോരോ ദിക്കിലേക്ക് പോയി. അവരൊക്കെ ദിഗ്വിജയത്തിന് കപ്പം കൊണ്ടുവന്നു. മഗധയിലേക്ക് പോയവർ മാത്രം കപ്പല്ലാതെ വന്നു. അപ്പോൾ ഇനി പുറപ്പെടാം എന്ന് കലായി എന്ന് സമയം കണക്കാക്കിയിട്ട് 3 പേരും കൂടി നല്ല ഒന്നാന്തരം ബ്രാഹ്മണ വേഷം കുളിച്ചോ ശരിയാട്ടോ. കണ്ടാൽ കുളിച്ചു തോന്നുന്നില്ല, കുളിക്കാത്ത പോലെ തന്നെയാണ് തോന്നുന്നത്. എന്നാലും ആ കുറി തൊട്ടുന്നത് കണ്ടാൽ 2 വട്ടം കുളിച്ചിട്ടുള്ളത് തോന്നും. എന്താ ഭീമസേനൊക്കെ ആ വെണ്ണൂറ്റുമുട്ടിലേക്ക് അങ്ങോട്ട് ചാടിയതൊക്കെയാണെന്നാണ് തോന്നുന്നത്. മേല് മുഴുവൻ കലശലായിട്ട് ഭസ്മം തൊട്ടിട്ടുണ്ട് അർത്ഥം. ഭസ്മവും ചന്ദനവും ഒക്കെ തൊട്ട് കനത്തിലുള്ള ഓരോ പൂണൂലും ഇട്ട് അവരവിടെ പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഈ ആ അതിഥികളെ സൽക്കരിക്കണ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഈ ജരാസന്ധന് ബ്രാഹ്മണരെ കണ്ട വലിയ ഭക്തിയാണ്. അപ്പം ജരാസന്ധൻ അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയ സമയത്താണ് ഇവരവിടെ എത്തിയത്. എന്തായാലും വന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വീകരിച്ചിരുത്തി പൂജിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ പറയണത്, അങ്ങയെപ്പോലുള്ള ഭക്തജനങ്ങളായ ആളുകൾ സജ്ജനങ്ങളെ കണ്ടാൽ അവർക്ക് അവനവൻ്റെ പ്രാണൻ തന്നെ കൊടുക്കാനും മടിയില്ലാത്തവരാണല്ലോ അല്ലേ. അപ്പൊ ജരാസന്ധൻ ഒന്നങ്ങനെ നോക്കി, നിങ്ങളെ കണ്ടാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. സ്വരൈഹി ആകൃതിഭിഹി, സ്വരം കൊണ്ടും ആകൃതി കൊണ്ടും നിങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് മനസ്സിലായി. നിങ്ങൾ ആരാന്ന് പറഞ്ഞോളൂ, ആരായാലും വിരോധമില്ല. ബ്രാഹ്മണ വേഷം കെട്ടി വന്നതായാലും തിരക്കണമൊന്നുമില്ല. ഞാൻ എന്താച്ചാ തരാം. ആത്മശിരോ പിവഹ, എൻ്റെ ശിരസ് തന്നെ വേണമെങ്കിലും ഞാൻ തരാൻ ഒരുക്കാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്നാ അതന്നെയാ വേണ്ടത്. അതിപ്പോ തരിയായിട്ട് വേണമെന്നില്ല, ഞങ്ങളെടുത്തോളാം.
എന്നാ നിങ്ങൾ ആരാന്ന് യാഥാർത്ഥ്യം പറയും. യുദ്ധം ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസേ. ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത്. അസൗമൃഗോദരഹ, ഇത് ഭീമസേനൻ. തസ്യ ഭ്രാത അർജുനോ ഹ്യയം, ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ അർജുനൻ. എന്നെ അങ്ങേക്ക് അറിയുണ്ടാവൂലോ. അനയോ മാതുലേയം കൃഷ്ണം ജാനീഹി കൃഷ്ണം. അങ്ങയുടെ ശത്രുവായിട്ടുള്ള ഞാൻ കൃഷ്ണൻ, എന്നെ അങ്ങേക്ക് പരിചയമുണ്ടാവൂലോ. ഒന്ന് നല്ല ഓർത്ത് നോക്കൂ. ഓർമ്മ വരുന്നില്ലേ ചോദിച്ചു. അപ്പൊ ജരാസന്ധനും മനസ്സിലായി ഇതാ തന്നെയാണ് തല്ലി കിട്ടിയത് ഓർമ്മ ചെയ്യുന്ന ചോദിച്ചതേ. നന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല, നീ 18ാമത്തെ വട്ടം ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോ എന്നെ കണ്ട് പേടിച്ചോടിയതല്ലേ, അതുകൊണ്ട് നന്നോട് യുദ്ധമില്ല. അർജുനോ നഭവേദ്യോദ്ധ, അർജുനൻ ഒരു യോദ്ധാവായിട്ടില്ല. ഭീമ തുല്യബലോ മമ, ഭീമൻ എനിക്ക് തുല്യമായ ബലത്തോടു കൂടിയവൻ എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും കൂടിയിട്ട് അതികേമായിട്ടുള്ള യുദ്ധം അങ്ങനെയാണ് ആരംഭിച്ചു എന്നർത്ഥം. അശാന്ത സമരോദ്ധതം വിടപപാടന സംജ്ഞയ നിപാത്യ ജരസസ്കൃതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതി മുദ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിത ഗതസ്പൃഹ ധർമ്മഗുപ്യൈ ഭുവഃ. അവിടെ ധാരാളം രാജാക്കന്മാര് ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കിടക്കണുണ്ടല്ലോ. അവരെ രക്ഷിക്കാൻ വൈകിക്കൂടാ എന്ന് കണക്കാക്കിയിട്ട് ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ വധിപ്പിക്കാൻ ഭഗവാൻ തീർച്ചയാക്കി. അത്രയും തീർച്ചയാക്കണത് വരെയുള്ള കാലം 28 ദിവസം. ഈ 28 ദിവസം ഒരു മയം ഉണ്ടായിരുന്നു. ആ ജരാസന്ധൻ ഇങ്ങനെ ഗതെടുത്ത ഭീമസേനനെ അടിയോടടി പൊട്ടി പൂരം. അയാളുടെ മേലെ ഇനി പൊട്ടിത്തെറിക്കാൻ അസ്ഥികളൊന്നും ബാക്കിയില്ല എന്നുള്ള മട്ടായിട്ടുണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ തടുത്ത് രക്ഷപ്പെടുന്നുണ്ട്. 27ാമത്തെ ദിവസം രാത്രി, രാവിലേക്ക് അവർ നല്ലോണം തല്ലു കൊടുത്താലും രാത്രി നല്ല ആതിഥ്യ മര്യാദയുള്ള ഈ ജരാസന്ധൻ കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്ന സ്നേഹമസരണമായിട്ട് അവരോട് പെരുമാറുന്നത് കണ്ടാൽ ഇവർ ചിരകാല സുഹൃത്തുക്കളാണെന്നാണ് തോന്നുക. വെളിച്ചായ അടി, വൈകുന്നേരമായാൽ സമാധാനമായി. അപ്പോൾ ഈ 27ാം അന്ന് കൃഷ്ണ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഭീമസേനയുടെ അടുത്ത് വിളിച്ച കൃഷ്ണനോട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, രാജസൂയവും വേണ്ട ഒന്നും വേണ്ട, ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വെച്ചിട്ടെങ്കിലും നടന്നു വരാം. നാളെ ഇയാളുടെ തല്ല് കൊള്ളണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നടക്കുകയുണ്ടാവില്ല, നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാവും വേണ്ടിയുള്ളൂ. എന്താ ഭീമേട്ട എങ്ങനെയൊക്കെ പറയണത്? ഈ മീശ തിരിച്ചിങ്ങനെ മേപ്പെട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു കൂട്ടം പറയാൻ അങ്ങേക്ക് നാണമില്ലേ? അങ്ങല്ലേ ലോകത്തെ ഏറ്റവും കേമനായിട്ടുള്ള അടിക്കാരനാണെന്ന് പറഞ്ഞു നടന്നിരുന്നത്. അപ്പൊ അങ്ങനെയെല്ലാം തീർച്ചയായോ?
ഇപ്പൊ കുറേശ്ശെ അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. ആ സംശയം മുഴുവൻ തീർന്നിട്ട് മതി. അത് ഇനി തീരാനൊന്നുമില്ല. ഇനി എവിടെയും ഒന്നും തീരാനില്ല. ഒക്കെ തീർന്നിട്ടുണ്ട്. തീർച്ചയായും ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നാൽ നാളെ നേരെയാക്കി തരാം. തീർന്നു ഉറപ്പല്ലേ? തീർന്നിട്ടുണ്ട്. ഇനി അങ്ങനെ പറയില്ല ഉറപ്പല്ലേ? ഉറപ്പാണ്. അല്ല, ഈ രാജസൂയം പോലെ ഒരു യാഗമൊക്കെ ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് സാമാന്യം വിനയം ഉണ്ടാവണം. അതില്ലാതെ കണ്ട അതൊന്നും ചെയ്താൽ നേരെയാവില്ല ഏട്ടാ. അപ്പം ഏട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? എനിക്ക് അത്ര കഴിവില്ല, എന്നേക്കാളും കേമനായിട്ടുള്ള ചിലരൊക്കെ അവിടെ ഉണ്ട് എന്ന് ഏട്ടന് തോന്നുന്നുണ്ടല്ലേ? ഞാൻ തോന്നുന്നുണ്ട് കൃഷ്ണ. ആ ഏട്ടാ, ശരിക്ക് അങ്ങനെ ഒരാളില്ല. ഏട്ടൻ തന്നെയാണ് ഏറ്റവും കേമൻ. പക്ഷേ ഒരിക്കലും ഏട്ടൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അത് വരൂ എന്ന് പറഞ്ഞ് ഭഗവാൻ ഒന്നങ്ങനെ ആ ഗോപികമാര് എത്ര രാത്രികളിൽ മോഹിച്ചിരുന്നതാണ് ഭഗവാന്റെ ആഗമനത്തിന് ഈ ഒരു കരലാളനം ഏൽക്കാൻ വേണ്ടിയിട്ട്. ആ ഭീമസേനനെ പിടിച്ചിരുത്തിയിട്ട് ഭഗവാൻ ഭീമസേനന്റെ ശരീരം ഒന്നങ്ങനെ തലോടി കൊടുക്കേണ്ടായി എന്നർത്ഥം. എത്രയെത്രയോ രാത്രികളില് ഒന്ന് വരൂ, ഒന്ന് വരൂ ഭഗവാനെ, ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരൂ, ഒന്ന് വരൂ എന്ന് പ്രാർത്ഥിച്ച് 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 കാത്തിരുന്നതായ ആ ഗോപനാരിമാരുടെ അടുക്കലേക്ക് ഭഗവാൻ വളരെ പിശുക്കനാണ്. ഒരാളവിടെ സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ ഇത്ര പിശുക്കുള്ള ഒരാൾ വേറെ എവിടെയില്ല. മുക്തിയൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ മടിയൊന്നുമില്ല. ഏത് പൂതനയ്ക്കും മുക്തിയൊക്കെ കൊടുക്കും. പക്ഷെ ഞാനും ഇയാളെന്ന് പറഞ്ഞാൽ അത്ര അടുപ്പാണ് കേട്ടോ എന്ന് തോന്നിപ്പിക്കുമാർ ഒരാളോട് പെരുമാറാൻ ഇത്ര പിശുക്കുള്ള, ഭക്തി കൊടുക്കാൻ ഇത്ര പിശുക്കുള്ള ഒരാള് പ്രപഞ്ചത്തിൽ വേറെ ഇല്ല. എത്രയോ നിശീധിനികളിൽ കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ കാത്തിരുന്ന ഇനി കൃഷ്ണൻ വരില്ല എന്ന് ഉറപ്പായിട്ട് ഗോപിമാര് തീർച്ചയായിട്ടും കിടന്നുറങ്ങാം. അപ്പോഴാണ് പതിയെ 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 തൻ്റെ പാദസരങ്ങളിൽ കിടക്കിക്കൊണ്ട് ആ ഓടക്കുഴല് അരയിൽ തിരികെ വെച്ച് ആ ഗോപിയുടെ അടുത്തേക്ക് ഭഗവാൻ ഓടിയെത്തുന്നത്. ആ ശബ്ദം അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങി വേഗം വേഗമായിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ആ നാടിനെ കേൾക്കുമ്പോഴേക്കും കൃഷ്ണാണ് വരുന്നത് എന്ന് തിരിച്ചറിയുന്ന ആ ഗോപി
താൻ ചെയ്തുകൊണ്ടിരുന്ന എന്തോ പ്രവൃത്തി അവസാനിപ്പിച്ചിട്ട് വേണം ഉറങ്ങാൻ എന്ന് തീർച്ചയാക്കിയിട്ട് കൃഷ്ണനെ കാത്തിരിക്കുക. പക്ഷെ അവളുടെ നാട്യം വേറെന്തോ ചെയ്യാണ്. അങ്ങനെ നടിച്ച് കാത്തിരുന്ന അവസാനം അതൊക്കെ അവിടെ ഇട്ട് അങ്ങോട്ട് ഉറങ്ങാൻ പോകുമ്പോഴാണ് ഭഗവാന്റെ ഈ വരവ്. പൻസീധര കണ്ണയ്യ ഘനശ്യാമ സുന്ദര ഘനശ്യാമ സുന്ദര ബൻസീധര കണ്ണയ്യ ഘനശ്യാമ സുന്ദര ബൻസീധര കണ്ണയ്യ ഘനശ്യാമ സുന്ദര ഹരി ഗോപദ പുറപ്പെട്ടു. അപ്പൊ അയാളെ ജീവിതത്തില് പുറകാലം അങ്ങനെ യുക്തിവാദമൊക്കെ പറഞ്ഞു നടന്ന അവസാനം അയാളുടെ കൂട്ടുകാരൻ മരിക്കാറായപ്പോ ഈ വിദ്വാൻ അവിടെ ചെന്ന് നിനക്ക് എന്താ വേണ്ടത്, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്, ഈ അവസാനമായിട്ട് ഒരാഗ്രഹമുള്ളൂ, നീ ഒന്ന് നാമം ജപിച്ച് കേട്ടാൽ മതി, നീ ഒന്ന് കൃഷ്ണ രാമ എന്തെങ്കിലും ഒരു നാമം ജപിക്കേ. ശരി, നീ പറ, ഞാൻ എന്താ ജപിക്കേണ്ടത്? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു തവണ ജപിച്ചില്ലേ, അപ്പോഴേക്കും ആ ആഗ്രഹിച്ച ആള് മരിച്ചുപോയി. അങ്ങനെ മരിച്ചുപോയി. സുഹൃത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ
ഈ വിദ്വാൻ മരിച്ചു. അങ്ങനെ അയാൾ യമലോകത്തെത്തി. അപ്പോൾ യമൻ ചിത്രഗുപ്തൻ കണക്കൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്. അതെന്താ? നാമം ജപിച്ചിട്ടുണ്ടോ? അപ്പോൾ നാമം ജപിച്ചിട്ടുണ്ടോ? എന്നാൽ ബാക്കി പാപമൊക്കെ ക്യാൻസൽഡ്. അപ്പോൾ യമനോട് അദ്ദേഹം ചോദിച്ചു, അതെന്താ അങ്ങനെ? എനിക്ക് ഈ നാമത്തിനത്ര മാഹാത്മ്യം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പം യമൻ കുറേ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്ര നല്ല ആളൂ ഇനിയുണ്ട്, ഇതിനേക്കാളൊക്കെ അറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി പുറപ്പെട്ടു. അവര് നേരെ കൈലാസത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന സർവജ്ഞനായ സകലേശ്വരനായ മഹാദേവനോട് നാമമാഹാത്മ്യം സാധിച്ചു. അപ്പൊ അദ്ദേഹം കുറെ പറഞ്ഞു കൊടുത്തു, അനവധി നേരം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് വേറൊരു രസം കൂടി ഉണ്ടായി. സാക്ഷാൽ യമധർമ്മ മഹാരാജാവ് ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ മഹാദേവൻ വേഗം ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് അദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ ചെയ്തു. ആരാന്ന് മനസ്സിലായില്ല. അപ്പോഴാണ്, അയ്യോ ഇത് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് വന്ന ഒരാളാണ്, നാമമാഹാത്മ്യം ചോദിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹാദേവൻ പറഞ്ഞു. മഹാദേവൻ കഴിഞ്ഞില്ല. ഇനി ബ്രഹ്മാവ് പറഞ്ഞു തരും, അദ്ദേഹം 4 തലയ്ക്കുള്ള ആളാണ്. പോയി ചോദിച്ചു. മഹാദേവൻ ഒരാളെ കൂട്ടിയിട്ട് ബ്രഹ്മാവിനെ കാണാൻ വരുന്നു. ആരും ഒരു കേമനാവെന്ന് വിചാരിച്ച് ബ്രഹ്മാവ് ചാടി എഴുന്നേറ്റ് വന്ദിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിന് മനസ്സിലായത്, അദ്ദേഹം നാമമാഹാത്മ്യം പറഞ്ഞു കൊടുത്തു, കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ആ ബാക്കിയുള്ളത് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ശ്രീഹരി തന്നെ പറഞ്ഞു തരും. അങ്ങനെ അവർ പാലാഴിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നാമമാഹാത്മ്യം പറഞ്ഞു തരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പേരും കൂടിയിട്ട് അയാളെ എടുത്ത് എന്നെ മടിയിലേക്ക് വെക്കും. അങ്ങനെ മഹാദേവനും ബ്രഹ്മാവും കൂടി ഈ വിദ്വാനെ എടുത്ത് ആ ഭഗവാന്റെ മടിയിലേക്ക് വെച്ചു. ഭഗവാൻ പറഞ്ഞു, ഇതാണ് നാമമാഹാത്മ്യം. ഒരാൾ തിരുനാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നതായ സൗഭാഗ്യം ബ്രഹ്മശിവാദികൾ പോലും അയാളെ എടുത്ത ഭഗവാന്റെ മടിയിലേക്ക് വയ്ക്കുന്നു. അത്ര പുണ്യവത്താണ് ഭഗവാന്റെ തിരുനാമ ജപം. നൽകിക്കല്ലേ? രാധേ ഗോവിന്ദ 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 ബൻസീധര കനയ്യ ശ്യാമ സുന്ദര ബൻസീധര കനയ്യ ശ്യാമ സുന്ദര രാജ ഗോപാല വൃന്ദാവന വിഹാര ഗോപാല അങ്ങനെ ഭഗവാൻ അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ട ഗോപികമാര അന്ന് ആ രാവിൽ ഒരിത്തിരി നേരം ഭഗവാന്റെ ആ കരസ്പരിശത്തിന് കൊതിക്കുമായിരുന്നു. ഇന്നിപ്പോ ആ കരസ്പരിശം സുലഭമായിട്ട് ഭീമസേനൻ അങ്ങോട്ട് ലഭിച്ചതോടുകൂടിയിട്ട് അദ്ദേഹം പിന്നെ പിറ്റേ ദിവസം നരസിംഹ പരാക്രമായിരുന്നു. ചാടി ഓടിച്ചെന്ന ഭീമസേനൻ ആ ജരാസന്ധനം മാരണ്ട് കൊടുത്തപ്പോഴേക്കും അയാളെ കഥ കഴിഞ്ഞു. അയാളെ പിച്ചി ചീന്തി 2 ഭാഗത്തേക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ പിന്നെയും ജീവിച്ചു വരും. ഭഗവാൻ ഒരു സംജ്ഞ കൊണ്ട് അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ
ഏകപാദോരു വൃഷണ കടിപൃഷ്ഠസ്തനാംസകേ ഏകബാഹ്വക്ഷിഭ്രൂകർണേ ചകലേ ദദൃശു പ്രജാ ഒരു കാല്, ഒരു മുട്ട, ഒരു കയ്യ്, തലയുടെ പകുതി ഭാഗമൊക്കെ ഒരു ഭാഗത്ത്, മറ്റേ ഭാഗം വേറൊരു ഭാഗത്ത്, ഇങ്ങനെ കിടക്കുന്ന ആ ജരാസന്ധന്റെ കഥ കഴിഞ്ഞ സ്വരൂപം മകനായ ആ ജരാസന്ധന്റെ പുത്രൻ സഹദേവനെ അവിടെ രാജാവാക്കി വെച്ച് ഈ കാരാകാരത്തിൽ അടക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരെയും രക്ഷിച്ചു. അവരെല്ലാവരും ഭഗവാനെ ഒന്ന് നമസ്കരിച്ചു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നാതിരിക്കട്ടെ. മൃഗതൃഷ്ണ യഥാ മന്യന്തേ കുട്ടികൾക്ക് ദൂരെ വെള്ളമുണ്ട് തോന്നും, പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയാലാണ് മൃഗതൃഷ്ണയായിരുന്നു, മരീചികയായിരുന്നു, വെള്ളം തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഈ രാജകീയ സുഖഭോഗങ്ങളൊക്കെ കേമാണെന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒക്കെ വെറുതെയാണ്. ഞങ്ങൾ സ്നേഹിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് ഒരുമയില്ലാത്തതാണ് ഞങ്ങളെ ജരാസന്ധനെ തോൽപ്പിക്കാൻ സാധിക്കാൻ കാരണം. ഇനിയിപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് രാജ്യഭോഗങ്ങളൊക്കെ തിരിച്ച് ഇനിയും അനുഭവിക്കാം, എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാം. പാൽപ്പത പോലത്തെ കിടക്കയിൽ കിടക്കാം, പരിചരിക്കാൻ ആൾക്കാരുണ്ടാവും, കൊട്ടും പാട്ടും ദിവസേനുണ്ടാവും, 8 കൂട്ടം കറി ദിവസേനുണ്ടാവും, എല്ലാ കേമത്തങ്ങളുമായിട്ട് വീശിത്തരാനാള്, നടക്കുമ്പോൾ പിടിക്കാനാള്, കുളിക്കാനാള്, തേക്കാനാള്, ഊട്ടാനാള്, എല്ലാറ്റിനും ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ ഞാനും വരട്ടെ ഞാനും വരട്ടെ ഞാനും വരട്ടെ എന്ന് ചോദിച്ച ഒരാള് ഞങ്ങളുടെ കൂടെ വരാൻ പുറപ്പെടും. അത് വേറെ ആരുമല്ല, അഹങ്കാരം. അയാള് ഇനി ഞങ്ങളുടെ ഒപ്പം വരാതിരിക്കാൻ നസ്സമാദിശോപായം യേന തേ ചരണാബ്ജയോ മൃതിര്യഥാ സംസരത കൃഷ്ണായ വാസുദേവായ ഹരയേ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദായ നമോ നമഃ ഗോവിന്ദ
Chau
കലവറ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞു. കലവറയുടെ ഉത്തരവാദിത്തം കള്ളനായ ദുര്യോധനെ തന്നെ ഏൽപ്പിച്ചു. ദാനത്തിന് കർണനും, വരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ, കാല് കഴുകിക്കാൻ കൃഷ്ണൻ, ഗുരുനാഥന്മാരെ പൂജിക്കാൻ അർജുനൻ, വന്ന ആൾക്കാർക്ക് ഇരിക്ക കിടക്ക സൗകര്യങ്ങൾ ചെയ്യാൻ പാഞ്ചാലി, പൂജാകാര്യങ്ങളുടെ ചുമതല സഹദേവന്, വരുന്ന ധനം വേണ്ടതുപോലെ വിനിമയം ചെയ്യാൻ നകുലൻ, ഭീമസേനൻ മഹാനസത്തിൽ പായസം വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടായിട്ട് അദ്ദേഹം. യുധിഷ്ഠിര മഹാരാജാവിന് ഒരു ഉത്തരവാദിത്തങ്ങളുമില്ല, ഒരു ദിക്കിൽ ഇരുന്നാൽ മതി. രാജസൂയ മഹായാഗത്തിൻ്റെ അവസാന രംഗമായ സുത്യത്തിങ്കൽ ഭഗവാനെ തന്നെ അഗ്രാസനത്തിൽ ഇരുത്തിയിട്ട് പൂജ കഴിക്കാൻ തീർച്ചയാക്കിയിട്ട് കൃഷ്ണ ഒന്ന് കാല് കഴിക്കണച്ചിട്ടാണ് ഒന്നും കൂടെ വരൂ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ വേഗം കിണ്ടി വെള്ളമൊക്കെ എടുത്ത് പുറപ്പെട്ടു. കൃഷ്ണൻ കാല് കഴിക്കാനില്ല, കൃഷ്ണന്റെ കാല് കഴിക്കാനാണ്, നമുക്ക് അവിടെ വയ്ക്കൂ എന്ന് പറഞ്ഞ് ആ ഭഗവാനെ അഗ്രാസനത്തിൽ സിംഹാസനത്തിൽ ഇരുത്തി പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് പുഷ്പം കൊണ്ടും ദീപധൂപങ്ങളെ കൊണ്ടുമൊക്കെ അന്ന് യുധിഷ്ഠിരൻ ഒരു പൂജ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. മന്ത്രങ്ങളൊന്നും വേണ്ടതുപോലെ ഉണ്ടായിട്ടില്ല, മുദ്രകളൊന്നും വേണ്ട പോലെ കാട്ടിയിട്ടില്ല. അന്ന് ഹൃദയം നിറഞ്ഞ് ചെയ്തതായിട്ടുള്ള ആ പൂജ വിശ്വത്തിലേവരെയും ഗദ്ഗത കണ്ഠരാക്കി കഴിഞ്ഞിരുന്നു. അന്ന് ആ പാദതീർത്ഥം എല്ലാവരുടെയും ശിരസിലേക്ക് തളിക്കാൻ പുറപ്പെട്ട സമയത്ത് ഭർസിതങ്ങളായിരിക്കുന്ന വാക്കുകളും പറഞ്ഞ് കൃഷ്ണദ്വേഷിയായിട്ട് ചാടി പുറപ്പെട്ടു വന്ന ശിശുപാലന്റെ കഴുത്തറുത്ത ഭഗവാൻ മുക്തി നൽകി. അനന്തരം രാജസൂയം കഴിഞ്ഞ് ചന്ദ്രനെപ്പോലെ ശോഭിച്ചുകൊണ്ട്, ഇന്ദ്രനെപ്പോലെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിനോട് അസൂയമൂത്ത ദുര്യോധനാദികൾ യാത്ര പറയാനായിട്ട് മയനിർമ്മിതമായ സഭയിലേക്ക് കയറിച്ചെന്ന് ജലസ്ഥല ദൃശിഭ്രമം അനുഭവിച്ച് വെള്ളമുള്ളോർത്ത് വെള്ളമില്ലാന്ന് തോന്നുക, വെള്ളമില്ലാത്തോർത്ത് വെള്ളമുണ്ട് തോന്നുക, തൂണുള്ളോർത്ത് തൂണില്ല തോന്നുക, തൂണില്ലാത്തോർത്ത് തൂണുണ്ട് തോന്നുക, ചുമരിൻ്റെ അവിടെ വാതിലാണ് തോന്നുക, വാതിലുള്ളോർത്ത് ചുമരാണ് തോന്നുക, മണ്ട മുട്ടുക, കാല് മുട്ടുക, മൂക്ക് മുട്ടുക, ഇങ്ങനെ ആകെ മുട്ടലായിട്ട് അയാൾ കുറേ നേരം നടന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് കടന്ന് ഇവിടെയൊക്കെ കഴുത്തിനൊപ്പം വെള്ളമാണ്. ഈ മുഷ്പന്മാരൊക്കെ ഒരു കൊട്ടാരം ഉണ്ടാക്കുന്ന സമയത്ത് അത് സാമാന്യം പോലെ ഉണ്ടാക്കിക്കൂടെ, ഇങ്ങനെ വെള്ളക്കെട്ട് ഇതിൻ്റെ ഉള്ളിലാ വെക്കുക, അതൊക്കെ പുറത്തല്ലേ സ്വതവേ പതിവ് എന്നൊക്കെ പറഞ്ഞ് ഇള് ആ ചിറ്റിയെ മുണ്ടകടഴിച്ച് തലയിലൊരു കെട്ടും കെട്ടി തിത്താതി ഗതാഗതമാണ് നടക്കാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരും എന്ന് ചിരിക്കാൻ തുടങ്ങി. ആ ചിരി കണ്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് വെള്ളമില്ല അല്ലേ. വേഗം കെട്ടഴിച്ച് അരയെ തന്നെ ചിറ്റി. വെള്ളം ഇനിയില്ല എന്ന് തീർച്ചയാക്കിയിട്ട് അമർത്തി കാല് വെച്ചത് വെള്ളത്തിലേക്ക് പിളുന്ന് വീണു. പിന്നാലെ വന്ന ഓരോ 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 അനിയന്മാരും പിള് എന്ന വെള്ളത്തിൽ വീഴാണ് അതായത്. ഇങ്ങനെ അസൂയാലുക്കളായ ആ ദുര്യോധനാദികൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ അവർ കണക്കാക്കി, നന്നെയൊക്കെ അവിടെ വെച്ച് കാണിച്ചു തരാം, മഹാഭാരത യുദ്ധാവട്ടെ. അപ്പം ഭഗവാൻ വിചാരിച്ചു, ദുര്യോധന നീ മനസ്സിൽ വിചാരിക്കണത് ഞാൻ മാവിൻ്റെ കൊമ്പത്തും മാനത്തും ഒക്കെ കാണുക പതിവ്, നന്നെ ഇപ്പം മുക്കിയത് അവിടെ മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ നോക്കിയിരുന്നോ, നൻ്റെ വേരോട് കൂടിയിട്ട് ഞാൻ പിഴുതു കളയുന്നുണ്ട് എന്ന് ഭഗവാൻ കണക്കാക്കൽ കഴിഞ്ഞു. അങ്ങനെയുള്ള ദിവ്യമായ രാജസൂയ മഹായാഗ രംഗത്തിൽ വെച്ച് ശിശുപാലൻ്റെ കഥ കഴിഞ്ഞ സമയത്ത് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച പ്രഹ്ലാദനെ കുറിച്ചുള്ള കഥയൊക്കെ ആ ശ്രീനാരദ മഹർഷി അവിടെ വെച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്. വർണ്ണാശ്രമധർമ്മങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അനുഗ്രഹിച്ചു. കൃഷ്ണൻ പരബ്രഹ്മമാണെന്നറിഞ്ഞ് ആ യുധിഷ്ഠിരാദി പാണ്ഡവർ അദ്ഭുത പരതന്ത്രരായതായ രംഗത്തോടു കൂടിയിട്ടാണ് രാജസൂയ നാടകത്തിന് തിരശ്ശീല വീഴുന്നത്. ജഗന്നാഥനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഈ എല്ലാവരാലും അത്ഭുതമായ നാടാണട്ടോ, അവിടെ ജനിക്കാൻ ഭാഗ്യം വേണട്ടോ എന്ന് എത്രയോ എത്രയോ ജനങ്ങൾ ഇന്നും എന്നും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളിനേഴിക്ക് തിലകക്കുറിയായും കൊണ്ട് നമ്മുടെ ഈ കാന്തള്ളൂർ അമ്പലമാകുന്ന വൈകുണ്ഠത്തിൽ വിരാജമാനായിരിക്കുന്ന കാന്തള്ളൂരാധിനാഥൻ
തൂകിടട്ടെ കൃപാമൃതം എന്ന് പ്രാർത്ഥിക്കാം. കാന്താവാങ്കാവലോകാൽ കാന്താവാങ്കാവലോകാൽ കഴലിന പണിയും ജന്തുബന്ധത്തിനുണ്ടാം എന്താ ഭക്തും തടുത്തിട്ടനുപമ ഭവികം നൽകുമെന്നൂപ സന്താവം കമലം കണ്ണ കണ്ണ വന്ദിത രൂപ കുമാര നവനിക ചോര കണ്ണ
അഖിലമതി തീർക്കുമാ
वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि। सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्। ഇന്ന് ഈ പ്രതിഷ്ഠാ സുദിനത്തിൽ ഇവിടെ ഇങ്ങനെയൊരു ഏർപ്പാട് ഗീതഗാഥകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്ന് വേണം എന്ന് പല നിലയ്ക്കും മനസ്സിൽ തോന്നി. അത് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ഒരു പുഷ്പാഞ്ജലിയായിട്ട് സാദരം അർപ്പിക്കുകയാണ്. ഇന്ന് ഈ നാമസങ്കീർത്തനത്തിനും ഒക്കെ പക്കം ഒരുക്കിയത് നെല്ലുവായി മണികണ്ഠൻ ഭാഗവതരാണ് ഹാർമോണിയത്തിൽ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാടവം ഇപ്പം ഈ കണ്ടതൊന്നുമല്ല. കാരണം അദ്ദേഹം മഹാന്മാരായ എത്രയോ കലാകാരന്മാർക്ക് വായിക്കുന്ന ആളാണ്. എന്നാലും അദ്ദേഹം വാത്സല്യത്തോടെ പഴയൊരു പരിചയവും അദ്ദേഹത്തിനുള്ളിലുള്ള സ്നേഹവും ഒക്കെ കാരണമാണ് ഒരു ഫോൺ കോൾ ചെയ്തപ്പോൾ തന്നെ തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യം അത്ര വലുതാണ്. വളരെ സന്തോഷമായി. എത്രയോ വാഗ്ഗേയകാരന്മാരുടെ വാണിക്ക് ഒപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ വിരലുകൾ മേൽക്കുമേൽ കാന്തളൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും ഇനിയും ഭക്തഹൃദയങ്ങളെ ആനന്ദിപ്പിക്കട്ടെ. കൂടാതെ മൃദംഗത്തിൽ തൃപ്പൂണിത്തറയിൽ നിന്ന് എത്തിച്ചേർന്ന മുരുകൻ, അദ്ദേഹത്തിൻ്റെ ആ വലന്തലയിലെ പ്രയോഗം എത്ര എല്ലാ സ്വരവും വരുന്നതും അങ്ങനെയാണ് ഭംഗിയായിട്ട് വായിക്കുന്നത്. അതായത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കൂടുന്നത്. ഇന്ന് ഈ ഒരവസരത്തിൽ ഇവിടെ വന്ന് സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായതിൽ വളരെയധികം സന്തോഷം. ഞങ്ങളൊക്കെ സുഹൃത്തായിട്ടുള്ള കൈപ്പള്ളി കൃഷ്ണദാസ് പെങ്കോട്ടൈ ഹരിഹര സുബ്രഹ്മണ്യ ഭാഗവതരുടെ ശിഷ്യനായിട്ടുള്ള അദ്ദേഹമാണ് മുരുകനെ ഒക്കെ സജസ്റ്റ് ചെയ്തത്. ഏതായാലും അവരുടെയൊക്കെ അനുഗ്രഹം ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്. എത്രയോ വാഗ്ഗേയകാരന്മാരുടെ അനുഗ്രഹം. അതിലൊരംശം നമുക്കൊക്കെ തന്ന് അവരിവിടുന്ന് നമ്മളെയും കൂടി അനുഗ്രഹിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കാന്തളൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ അനിയേട്ടനെ പ്രത്യേകിച്ച് ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളെയൊക്കെ ഏതാണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം അറിയാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഹരിദാസ് മാമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഓരോന്ന് പറയൽ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കീഴ്പ്പെട്ട് ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയാറുണ്ട്. ഇതുവരെ അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ഇനി എന്തൊക്കെ ഉണ്ടാവുക അറിയില്ല. കുറച്ച് കഴിയട്ടെ. ഏതായാലും വലിയ സന്തോഷം. ഈ തിരുമുറ്റത്ത് ഇന്നൊരിക്കൽ കൂടി ഭഗവാനെ സേവിക്കാൻ ലഭിച്ചത് എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ
പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തിരുവരങ്ങിൽ ഗീതഗാഥ